റഷ്യയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ തൊട്ടടുത്തൊന്നും പോകാൻ നമുക്ക് വലിയ താല്പര്യമില്ല. വലിയ യാത്രകളൊക്കെ വേണ്ടേ. കഴിഞ്ഞ ദിവസം അവിടെ ഒരു മത്സരം നടന്നു. റഷ്യയിലെ ലോകമറിയുന്ന ബോക്സിംഗ് ചാമ്പ്യനും കാട്ടിലെ ഒരു കരടിയും തമ്മിൽ. അത് പൊളിക്കും അല്ലേ? പക്ഷേ ആരാണ് വിജയി എന്നത് അതിൻ്റെ ഉത്തരവില്ല, അത് ബാക്കിയാണ്. വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം നിരന്തരം വാർത്തയാകുമ്പോഴാണ് കാട്ടിലെ ഒരു കരടി ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. കണ്ടാലോ? Арсланбек, под руку, Арсланбек. Под руку, вот хорош, бал. Сильно не зли, помнишь, ты просто делаешь вид. മനുഷ്യനോ അതോ മൃഗമോ, ആരാണ് ബലവാൻ? പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൊന്ന്. എന്നാൽ പിന്നെ അതിനൊരു അന്ത്യം കുറിക്കാമെന്ന് തീരുമാനം. റഷ്യയിലെ പ്രഗത്ഭനായ ബോക്സർ ബലപരീക്ഷണം നടത്താൻ സുഹൃത്തുക്കളുമായി വനത്തിലേക്ക്. നിരന്തരം വനത്തിനുള്ളിൽ നടക്കാനിറങ്ങുന്ന അർസ്ലാൻബർഗ് റസ്ലനോവിച്ചിന്റെ മുന്നിലേക്കാണ് ഒരു കരടി എത്തുന്നത്. സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയിൽ കരടിയെ തങ്ങൾ നിരന്തരം കണ്ടുമുട്ടാറുള്ളതാണെന്ന് റസ്ലനോവിച്ച് പറയുന്നു. അങ്ങനെയിരിക്കെ യാത്രയിൽ പതിവായി കണ്ടുമുട്ടാറുള്ള കരടിയുമായി ഒരു മൽപ്പിടുത്തത്തിന് റസ്ലനോവിച്ച് തയ്യാറെടുക്കുന്നു. ഏറ്റുമുട്ടൽ കരടിയും സിംഹവുമായാണ്. ബോക്സിംഗിലെ സിംഹമെന്നാണ് റസ്ലനോവിച്ചിനെ ലോകം വിളിക്കുന്നത്. എന്നാൽ സാധാരണ രീതിയിൽ കാണാറുള്ളത് പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ് ഈ മൽപ്പിടുത്തം. കണ്ടു നിൽക്കുന്നവർക്കും ഒരു കൗതുക കാഴ്ച. അധികം ബലപ്രയോഗങ്ങളില്ല, ഒരു പോറൽ പോലും ഇരുവർക്കും ഏൽക്കുന്നില്ല. നിത്യസംഭവങ്ങളിൽ കരടിക്ക് വില്ലൻ പരിവേഷമാണെങ്കിലും ഒരു റെക്കോർഡ് താരത്തിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്ന കരടിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. ബലമല്ല, വിവേകമാണ് ഇവിടെ പ്രധാനം. നിരവധി പേരാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം ബാക്കിയാവുന്നു. മനുഷ്യനോ അതോ മൃഗമോ? ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. തത്സമയം ജയലക്ഷ്മി ചേർന്ന്. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനും ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു പോറൽ പോലും രണ്ടുപേർക്കും ഏൽക്കുന്നില്ല. പലപ്പോഴും കാട്ടിലേക്ക് പോയി കണ്ട് പരിചയമുണ്ട്. അതുകൊണ്ട് ഒരു കരടി ഒരാളെ വെറുതെ വിടുമോ? മാത്രമല്ല, ഒരു മനുഷ്യന്, അത് ബോക്സിങ്ങിലെ സിംഹമാണെങ്കിൽ കൂടി, ഒരു വന്യമൃഗത്തോട് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. ഗുഡ് മോർണിംഗ് മോത്തി. ശരിക്കും പറഞ്ഞത് ഒരു ഒന്നൊന്നര മത്സരമാണ്. നമ്മളൊക്കെയാണ് അതിന്റെ മുന്നിൽ ചെന്ന് പെടുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം സാധാരണ കരടിക്ക് എപ്പോഴും ഒരു വില്ലൻ പരിവേഷമാണല്ലോ. ഒറ്റ അടി കിട്ടിയാൽ പിന്നെല്ലാം തീർന്നു. പക്ഷെ ഇവിടെ റസ്ലനോവിച്ചും കരടിയും തമ്മിൽ വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മോത്തി, അതായത് ബോക്സിംഗിലെ സിംഹം എന്നാണ് ഇദ്ദേഹത്തെ റസ്ലനോവിച്ചിനെ പറയുന്നത്. അപ്പോൾ ഒരു സിംഹവും കരടിയും തമ്മിലുള്ള ഒരു രസകരമായ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ കഥകളിലൊക്കെയാണല്ലോ നമ്മൾ കരടിയുടെ ഒരു കൈക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ലോക ഫേമസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബോക്സിംഗ് താരവും ഈ പറഞ്ഞ കരടിയുമായിട്ടുള്ള മത്സരം നമ്മളെയൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതായത് ഒരു വളരെ ശക്തിയല്ല, ബുദ്ധിയാണ് പ്രധാനമെന്ന് പറയുന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കരടിയുടെ മുന്നിലെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം അത്ഭുതം പകർത്തുന്ന കാഴ്ച തന്നെയാണ് മോത്തി. ഈ ശക്തിയും ബുദ്ധിയും മാത്രമല്ലെന്ന് തോന്നുന്നു ജയലക്ഷ്മി, അല്പം സ്നേഹവും കൂടി അതിലില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. രണ്ടാളും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് ഗുസ്തി പിടിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ആ കരടിയും നമ്മൾ ഈ വീട്ടിലൊക്കെ ഈ നായ്ക്കുട്ടികളുമായിട്ടൊക്കെ ഉള്ള നമ്മുടെ ഒരു പെരുമാറ്റം പോലെയാണ് കരടിയും റസ്ലനോവിച്ചും തമ്മിലുള്ള ഒരു പൊരുത്തം. അപ്പോൾ എന്തായാലും ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണെന്ന് പറയാതിരിക്കാനാവത്തില്ല. ഒരു കരടിയാണ് മുന്നിലുള്ളത്. അദ്ദേഹത്തെ ഒരു ചെറിയ പോറൽ പോലും നമ്മുടെ കരടി ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കരടി ഇത്രയധികം വൈറലായി മാറിയിരിക്കുന്നതും. ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലും ഈ കരടി ഒരു മറ്റൊരു ഇമേജാണ് കരടിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മോത്തി.